ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ വണ്ടി ഓടി പോകുന്നത് വേറെ എവിടേക്കുമല്ല, വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം എനിക്ക് വെയിറ്റൊക്കെ ഒന്ന് നോക്കി മെഷർമെൻറ്റൊക്കെ എടുത്ത് കൊടുക്കേണ്ട ഒരു ഡേ ആണ് കേട്ടോ. കാര്യം ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ തന്നെ ഓടിപ്പോയി വെയിറ്റ് നോക്കുകയാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത വെയിറ്റിൽ നിന്ന് ഞാൻ 6 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇനി നമ്മുടെ മെഷർമെൻറ്റും കൂടെ എടുത്ത് നോക്കുകയാണ്. ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ കൂടുമ്പോൾ നമ്മുടെ മെഷർമെൻറ്റും കൂടെ ചോദിക്കും. കാര്യം നമ്മുടെ വെയിറ്റിൻ്റെ ആ ഒരു ചേഞ്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് തന്നെയാണ് എടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ എണീക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വന്നിട്ട് ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കേണ്ട. കാര്യം എന്താ വെച്ചാൽ വെള്ളമൊന്നും കുടിക്കുന്നതിന് മുന്നേ ഒന്നും കുടിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം. അപ്പോൾ കാരണം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ചടപ്പാണ്. പക്ഷെ ഞാൻ നോർമൽ വെള്ളമല്ല കേട്ടോ എല്ലാ ദിവസവും എടുക്കാറുള്ളത്. ഒന്നല്ലെങ്കിൽ ചിയാ സീഡ് എന്തെങ്കിലും എടുത്തിട്ടോ അല്ലെങ്കിൽ കറുത്ത മുന്തിരി ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടാണുള്ള വെള്ളമാണ് നോർമലി എടുക്കാറുള്ളത്. അപ്പോൾ ജയമ്മ ഇവിടെ ഇല്ല, തൊഴിലുറപ്പിന് പോയർക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടിനുള്ള സെറ്റ് ചെയ്തിട്ട് പുട്ട് കുത്തി ഇറക്കാണ്. പുട്ട് കുത്തുന്ന സാധനം കണ്ണമ്മൂനെ എവിടെയോ കൊണ്ടിട്ടു. അപ്പോൾ പഴയ ടോർച്ചാണ് കേട്ടോ, വർക്ക് ചെയ്യത്തില്ല, ആ ടോർച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അത് വെച്ച് കുത്തി കൈസ്. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ ഇന്നല്ല ഇപ്പം അമ്മയ്ക്കൊക്കെ 7 മണിയാകുമ്പോഴാണ് തൊഴിലുറപ്പ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാകുമ്പോഴത്തേനും മറ്റേ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ, കുറച്ച് ആ വെയിലത്തു നിന്ന് കയറാമല്ലോ. അപ്പോൾ അത് കാരണം വെയിലാവുന്നതിന് മുന്നെയാണ് നമുക്ക് തൊഴിലുറപ്പ് കഴിഞ്ഞ് അമ്മ കുറച്ച് കഴിയുമ്പോൾ വന്നു. ഇനി ഇച്ചിരി കഴിയുമ്പോൾ അമ്മ തിരിച്ചു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും കൂടെ എന്താണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഞാൻ മറന്നുപോയി ഞങ്ങൾ എന്താ ചെയ്യണത്. ഞാൻ ചമ്മന്തി അരയ്ക്കാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ആ ഒരു നിപ്പും എൻ്റെ ആ ഒരു ചെയ്യലൊക്കെ കൂടെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചമ്മന്തി പരിപാടിയാണ്. അമ്മ എന്തോ തോരനൊക്കെ ആയിട്ട് എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ കണ്ണമോന് കഴിക്കാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ പരിപാടിയൊക്കെ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പിടിയൊന്നും ഇല്ല ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുക്കളയിൽ കിടന്ന് ഞാൻ അമ്മയും കൂടെ അങ്ങ് വിരകി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ. പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ ലവ് ലാപ്പിൻ്റെ റീയൂസബിൾ ക്ലോത്ത് ഡൈപ്പറാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് വാഷ് ചെയ്തതിനു ശേഷം വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ കണ്ണമോന് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഞാൻ പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതെല്ലാ സമയത്തും എപ്പോഴും ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. കാര്യം വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇതാണ് എപ്പോഴും കംഫർട്ട് ആയിട്ടുള്ളത്. കാര്യം അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റാഷസോ കാര്യങ്ങളോ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴത്തേന് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അവൻ ഉറങ്ങുമ്പോഴാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും അടുത്ത് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല ലോങ് ഒക്കെ പോകുമ്പോഴാണെങ്കിൽ മാറ്റി യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ബാംബു ചാക്കോ ഫാബ്രിക് ആണ്, ഡബിൾ ലീക്കിംഗ് കാർഡാണ്, ഹൈ അബ്സർവേഷൻ കപ്പാസിറ്റി ഉണ്ട്, സ്റ്റെയിൻ പ്രൂഫ് ഗ്രേ കളറാണ് കേട്ടോ. അപ്പോൾ അതാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്താ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇതാ ഇതുപോലൊരു ഇതൊന്ന് തുറക്കട്ടെ ഞാൻ. ഇത് നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. കണ്ട നമുക്ക് ലൂസായിട്ടും ടൈറ്റായിട്ടും കുട്ടികളുടെ ആ ഒരു അരക്കെട്ടിന് വേണ്ടിയിട്ട് അവരുടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റബിൾ ഇതുണ്ട് കേട്ടോ. അവിടെ കണ്ടോ, ഇവിടെ നമുക്ക് എത്രത്തോളം ലൂസ് ആക്കണമെങ്കിൽ അത്രത്തോളം ലൂസാക്കി കൊടുക്കാം. ഇവിടെ ഉണ്ടത് ഇങ്ങനെ വരുന്നുണ്ട്. അതല്ല ഇനി ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈറ്റൻ ചെയ്യാനും പറ്റും കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ കയറ്റി നമുക്കത് ടൈറ്റൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിലും അതെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് അവരെടുത്ത് പറയുന്നുണ്ട് ഇതിൽ ഡബിൾ ലീക്കിംഗ് കാർഡാണ് കേട്ടോ. ഇത് നമുക്ക് അവര് മൂത്രമൊഴിച്ചെന്ന് കരുതിയിട്ട് ഇത് ലീക്കായി പുറത്തു പോകാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. കാര്യം ഡബിൾ ലീക്കിംഗ് കാർഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ അബ്സർവേഷൻ കിട്ടും. കാര്യം അവരത് പറയുന്നുണ്ട്. ആ അബ്സർവേഷൻ കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ അബ്സർവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. സംഭവം എന്തൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഈ ഒരു ഹോൾ കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാഡ് നമ്മൾ ഈ ഒരു ഹോളിൻ്റെ അകത്ത് കൂടെ അകത്തോട്ട് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കിയും സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് അതിൻ്റെ അകത്തോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ അത് വരിക. അപ്പോൾ കുട്ടികൾക്ക് യാതൊരു രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. കാരണം ഇപ്പോൾ നല്ല കംഫർട്ടായിട്ട് അവർക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവരുടെ നമ്മുടെ അരവണ്ണത്തിന് ആവശ്യമായിട്ടുള്ള അവരുടെ വെയിറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്കത് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റ് ലൂസിനും ടൈറ്റിനും അത് നമ്മളനുസരിച്ച് അതിനനുസരിച്ച് നമ്മളതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് കേട്ടോ സംഭവം വരുന്നത്. അപ്പോൾ ഗൈസ് ഇതാ കണ്ടോ, ഇതുപോലെയാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ആ ഒരു പാകത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ അത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ടൈറ്റൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കണ്ട കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ അത് കാരണം തന്നെ കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള അൺകംഫർട്ടബിൾ ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല സൂപ്പറായിട്ട് ഇരിക്കും അല്ലേ മോളെ? ഇഷ്ടപ്പെട്ടില്ലേ?
അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഈ ഒരു ഡൈപ്പർ അല്ലെങ്കിൽ ലവ്ലാപ്പിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. അത് മാത്രമല്ല lovelapp.com നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഹലോ അമ്പുടി വാ. ഓ കളിപ്പാട്ട് എടുക്കാൻ വേണ്ടി പോകും. ഇവിടെ രാവിലെ തന്നെ തുടങ്ങി ഗൈസ്. തിന്നുക, ഈ ടി വി കാണുക, തിന്നുക, ഈ ടി വി കാണുക. ഇത് തന്നെയാണ് ഇവക്കും പൊന്നൂനും ദൈവനും പണി. ഇവിടെ വന്നിരിക്കും 3 എണ്ണം കൂടെ. എന്നിട്ട് ഇങ്ങനെ ടി വിയും കണ്ടുകൊണ്ടിരിക്കും ഗൈസ്. ഹലോ സിർമാണി, ഇന്നെന്താ നേരത്തെ കാവ്യേ? നേരത്തെ എന്താ ഇന്ന്? 8:45 ആയതേ ഉള്ളല്ലോ. സാധാരണ ഈ സമയത്ത് കഴിക്കുന്നതല്ല ഇവര്. ജയമ്മ തൊഴിലുറപ്പിന് പോർക്കാണ് കേട്ടോ. ഞാൻ അമ്മേനെതിരെ തൊഴിലുറപ്പിന് വിടണമെന്ന് ചോദിക്കരുതാരും. നല്ല മറുപടി ആൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അമ്മയുടെ ഒരു ഹാപ്പിനെസ് ആണ്. ഇതേ കയറുന്നവരൊക്കെ കണ്ടോ. പണി തീർന്ന കയറല്ല, പാടത്തെ പണി കഴിഞ്ഞിട്ട് അവർ കരയിലോട്ട് കയറുന്നതാണ് ഗൈസ്. വെള്ളത്തിലെ പണി കഴിഞ്ഞു, ഇനി കരയിലേക്ക് കയറാമെന്ന് പറയുന്നത്. ഇനി കരയിലാണ് പണി, അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പക്ഷെ കാണുന്നില്ല കൂട്ടത്തിൽ. ചിലപ്പോൾ അമ്മ ഈ സൈഡിൽ കാണുമായിരിക്കും, ഈ വരുന്ന സൈഡിൽ കാണുന്നില്ല. പക്ഷെ എവിടെയോ ഉണ്ടമ്മ. അതേ നിൽക്കുന്ന അമ്മ. ഈ കാണുന്നുണ്ടോ ഇത് കണ്ടോ? ഇത് അമ്മയാണ്, അമ്മയുടെ നൈറ്റി അത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവളുമാരൊക്കെ എന്നിട്ട് ഞങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാവ്യം പോയിട്ടുകൊണ്ടിരുന്ന് കഴിക്കുങ്ങാണ്ടാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ണമോനെ ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ്. കണ്ണമോനെ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കും. രാത്രി ബ്രഷ് ചെയ്യിപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അവൻ എന്തെങ്കിലും ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. പല്ല് കേട് വരരുതല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ രാവിലെ എണീറ്റാൽ ഞാൻ അവനെ ബ്രഷ് ചെയ്യിപ്പിക്കും. ബ്രഷ് ചെയ്യിപ്പിക്കാൻ ചെറിയൊരു മടിയുണ്ട്. പിന്നെ ഞാൻ ഓരോന്നൊക്കെ തത്തേക്ക് കളിപ്പിച്ച് അങ്ങനെ നിർത്തുന്നതാണ്. ആ കയ്യിലിടുന്ന സിൽക്കൻ ബ്രഷ് വെച്ചിട്ടാട്ടോ തേപ്പിക്കണത്. അതിനുശേഷം രാവിലെ തന്നെ എനിക്ക് കഴിക്കാനുള്ള ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഗോതമ്പിൻ്റെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആ സംഭവത്തിനുള്ളിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ 2 ബ്രെഡ് 1 മുട്ടയാണ്. അതിൻ്റെ കൂടെ തന്നെ ചായ എടുത്തിട്ടുണ്ട്, വിത്തൗട്ട് ഷുഗറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനെ രാവിലെ ഇങ്ങനെ എടുക്കാറില്ല സത്യത്തിൽ. ഇന്ന് ഒരു വലിയ ടൈമിൽ ഞാൻ ഒന്നില്ലെങ്കിൽ ബ്രെഡാണെങ്കിൽ ബ്രെഡ് മസാല ആക്കിയിട്ടൊക്കെയാണ് എടുക്കാറുള്ളത്. ഇന്ന് പിന്നെ ഒരു ടൈം ഉണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണമ്മോന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അതിനുശേഷം വിഷ്ണുണ്ണും ഉണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുണ്ണൻ അവിടെ ഇരുന്നു, ഞാനിപ്പുറത്ത് ഇരുന്നു. കണ്ണമ്മോന് കഴിക്കാൻ കൊടുക്കുന്നത് ഇച്ചിരി ടാസ്ക്കാണിപ്പോൾ. പക്ഷേ അവന് കറക്റ്റ് ടൈമിൽ ഞങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കും. കാരണം വെച്ചാൽ അവൻ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തേക കളിച്ച് അവനെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് ഞങ്ങൾ അവനെ കഴിക്കാൻ കൊടുക്കും. കഴിച്ച് ഒന്ന് കാട്ടില്ല ആദ്യം ചിക്കി കൊണ്ടിരണം അമ്മ പറയുമ്പോൾ അമ്മൂടെ കളിക്ക് ചിക്കി 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 ബൂം ബൂം ബൂ ക്ലാപ്പ് 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 ലാ 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 ലാലല്ലേ ഇവിടെ കാട്ട് ലാ 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 കാക്കര മുത്താണല്ലേ. എൻ്റെ കുട്ടിക്ക് ചിക്കി ചിക്കൊക്കെ അറിയാം ഗൈസ്. ലാ 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 അതാണ് അമ്മൂടിന് ഏറ്റവും ഇഷ്ടം. അത് കൂടുതൽ കാട്ടി ചിക്കി ചിക്കി ചിക്കി. അയ്യേ കുഞ്ഞിക്കുമ്പ കാട്ടിയണ്ണ. അയ്യേ അമ്മയുടെ തക്കരക്കുട്ടി ആരാ? ബാ കേസ് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണമ്മോന് ചീരയും അതുപോലെ പൊമഗ്രനേറ്റും പിന്നെ തണ്ണിമത്തനും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവന് അയണിൻ്റെ ചെറിയ കുറവുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം അവൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ടെൻഷൻ അടിച്ച ദിവസങ്ങളായിരുന്നു. അപ്പോൾ അത് കാരണം അവന് ചെറിയ വിളർച്ചയൊക്കെ ഉണ്ട്, അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ, ചെറുത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ആ ബ്ലഡ് റിസൾട്ട് വരുന്നത് വരെ ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാവർക്കും. പിന്നെ അതൊക്കെ ഇന്നലെയാണ് വന്നത് ഉച്ചയ്ക്ക്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവന് ഇങ്ങനെ ചീരയും ഇതൊക്കെ പൊമഗ്രനേറ്റും ബീട്രൂട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ചീരയുണ്ട്. ചീര കുറേയൊക്കെ നമ്മൾ എടുത്തു, എന്നാലും ഉണ്ട്. അപ്പോൾ നമ്മൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. കണ്ണവാ ഇവൻ കിടുവിനെ കൂട്ട് സകല ആക്രി സാധനങ്ങളും പെറുക്കും കൈസ്. കിടു ഇങ്ങനെയാണ് എല്ലാം പെറുക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. അതുപോലെ ഇവനെല്ലാം കണ്ടു കഴിഞ്ഞാൽ പെറുക്കി കൈ പിടിക്കും കേട്ടോ. താങ്ക് യു. ബാ വെയിലുണ്ട്, ബാ നമുക്ക് ഞാൻ പറിച്ച് വീട്ടിൽ പോവാം. നമ്മുടെ അവിടെ നിന്ന് തെന്നിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. അവനത് എവിടെ ഇരിക്കും. അവിടെ ഇരുന്നോ,
വീഴില്ല, നമ്മുടെ പൊന്നു വീഴില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് എനിക്ക് ചുമലച്ചീരയാണ് കേട്ടോ കുറച്ചുകൂടെ ഇഷ്ടം. കാരണം മോനും ഒന്നും കൂടെ കഴിക്കുന്ന ചുമലച്ചീരയാണെന്ന് തോന്നുന്നു. കാര്യം അവനത് കുറച്ചുകൂടെ ഇഷ്ടമാണ്. പച്ചച്ചീര കഴിഞ്ഞ ശേഷം വെച്ചിട്ട് മുഴുവൻ എടുത്ത് തിന്നില്ലായിരുന്നു. ഇത് ചുമലച്ചീര ആകുമ്പോൾ മുഴുവൻ കഴിക്കാൻ കേട്ടോ അവന് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചച്ചീരയേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചുമലച്ചീരയ്ക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചീര പറിക്കാം. ഓ എൻ്റെ കാലിൻ്റെ അമ്മേ. ആ ചീര അതിന് ഉപ്പിണ്ട്. ഓ ഹായ്. അവസാനം ഞാൻ എടുത്തു. ഇപ്പോൾ സകലമാന കല്ലും പെറുക്കി ഇരിക്കുകയാണ്. കാര്യം വെച്ചാൽ അവൻ പോരുന്നില്ല. കല്ല് പെറുക്കി അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിതാ കുറച്ച് ചീര എടുത്തു. ഒത്തിരി എടുത്തില്ല, 4 തണ്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. കാര്യം കണ്ണൻ മോന് വേണ്ടിയിട്ടാണ്. പിന്നെ അതെന്ന് ഇച്ചിരി ഞാനും ഉസ്ക്കും. എനിക്ക് ഇഷ്ടമാണ് ചീര, അപ്പോൾ ഞാനും എടുക്കും. അല്ലേ അപ്പന്ന? അപ്പം അമ്മ അവിടെ നിൽക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് പറിക്കുന്നു ഗൈസ്. നമ്മുടെ ചീനമുളക് എന്താ അതിന് അമ്മ എന്താ പറയുന്നത്? കാന്താരി അല്ലേ? ഞങ്ങൾ ചീനമുളക് എന്നാ പറയുന്നത് ഗൈസ്. അറിയില്ല, കണ്ടില്ല. അപ്പോൾ നമ്മൾ പറിച്ചു. നമുക്കിനി വീട്ടിൽ പോവാം. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈവനിങ്ങിലുള്ള വർക്കൗട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷൂ ഊരി മാറ്റിയിട്ട് സൂര്യ നമസ്കാരം ചെയ്യാണ് ഗൈസ്. വർക്കൗട്ടൊന്നും ചെയ്യാനൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ആ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ഓർത്തൊരു ചെറിയ ക്ലിപ്പ് എൻ്റെ കൂടെ എടുത്ത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞ് സൂര്യ നമസ്കാരം ചെയ്യണം എൻ്റെ കൂടെ എടുത്തിയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അതിൻ്റെ മാറ്റൊക്കെ ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ സൈഡിൽ തൂക്കുന്നത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ആവശ്യമുള്ളതെല്ലാം എഴുതിയിട്ട് അതവിടെ വെച്ച് അതിനുശേഷമാണ് പെട്ടെന്ന് വിചാരിച്ചത് എൻ്റെ ഫേസ് വാഷ് ഇങ്ങനെ മടക്കി ഇരിക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അതെടുത്ത് അതിന് അപ്പോൾ ഗൈസ് നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞു, വന്നു, ഇരുന്നു. ഇനി വൈകുന്നേരത്തെ സ്നാക്സ് നട്ട്സും ബദാമും ഇതും കേട്ടോ. പക്ഷെ ഇത് മുഴുവൻ എനിക്കല്ല, ഞാൻ ഒരെണ്ണം ഒരു ഈന്തപ്പഴം തിന്നും, ഒരു 2 നട്ട്സും 2 ബദാമും, ബാക്കി അമ്പുടുവിനുള്ളതാണ്. ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പുടുവിന് ഇങ്ങനെ ചെറിയ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഇതൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോർമലി ഡയറ്റിൻ്റെ ഇതിൽ വൈകുന്നേരത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുക്കണം. ഞാൻ 2 നട്ട്സും ഒരു ഇതും തിന്നും, ബാക്കി അവന് കഴിക്കാൻ വേണ്ടി കൊടുക്കും. പിന്നെ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്കൗട്ടിൻ്റെ ഫുൾ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ല കുറവ് തോന്നുന്നില്ല, പക്ഷെ എനിക്ക് നിൽക്കുമ്പം ഇതിൻ്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മേ ബി വെയിറ്റ് കുറയുന്നതിൻ്റെ ആയിരിക്കും. ഞാനിപ്പോൾ എനിക്കൊന്ന് 6 കിലോ കുറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് സഡനായിട്ടൊരു പഴംപൊരി തിന്നാലോ എന്നുള്ള തോന്നൽ വന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് പഴംപൊരി ഉണ്ടാക്കാൻ ഇറങ്ങി. മെയിനായിട്ട് കണ്ണമ്മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി. പക്ഷേ ഞാൻ തിന്നൽ നടന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ തന്നെ കണ്ണമ്മോന് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നതുകൊണ്ട് അവന് ഹോസ്പിറ്റലിൽ പോകുന്നൊരു ഡേ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ടൈം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതവിടെ വെച്ച്, അതായത് റെഡിയാക്കി വേഗം പ്ലേറ്റിലെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു. കാര്യം ഇനിയിപ്പോൾ ഡോക്ടർ 6:45 വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ വാരിക്കൊരി വെച്ച് അവനുള്ളത് 2-3 എണ്ണം ഞാൻ അങ്ങനെ ചൂടാറാൻ വെച്ച് അവന് ചൂടാറിയത് അവന് കൊടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. പറഞ്ഞുവിടും. അപ്പോൾ പഴംപൊരി എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ചുച്ചിരി തിന്നു. അപ്പോൾ ചുച്ചിരി തിന്നതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ജലദോഷവും ചുമയുണ്ട്. അപ്പോൾ അതിൻ്റെ മെഡിസിൻ ഇന്ന് കഴിഞ്ഞു. 3 ദിവസത്തിൽ മെഡിസിൻ തീരുമാനത്തിന് മാറിയിട്ടില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്നാൽ കാണിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണം. അതിൻ്റെ ജലദോഷം ചുമയും കംപ്ലീറ്റ് മാറിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാ. അല്ലേ അവിടോ? ആ പറ. സെറ്റ് ഡൺ പറഞ്ഞ ഡൺ. ഉച്ചക്ക് ഉമ്മ കൊടുക്ക്. ഉമ്മ പറ. ഞാനുണ്ടോ ഇതില്? അമ്മക്ക് നിന്റെ തല കാരണേ അമ്മക്ക് തല കാത്താൻ വയ്യ. വലിയ കുട്ടിയായി നമ്മുടെ ഉണ്ണിപ്പോ. കാറുണ്ടോ? അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും അവനിവിടെ ഓടി നടക്കുന്നുണ്ട്. ഇവിടെ ആളുകളുണ്ട് വേറെയും. അത് കാരണം ഒരു 3-4 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അവന് ചുമയുടെയും ജലദോഷത്തിനും ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.